കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയപ്പോൾ RSS ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിച്ചെന്ന വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിരിക്കുകയാണ്. RSSന്റെ 100ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അവകാശവാദത്തിനെതിരായിരുന്നു ഖാർഗെയുടെ ഈ പ്രതികരണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എത്ര RSS പ്രവർത്തകരെ ജയിലിൽ അടച്ചിട്ടുണ്ടെന്നും എത്ര പേരെ തൂക്കിലേറ്റിട്ടുണ്ടെന്നും ചോദ്യമുന്നയിക്കുന്ന ഖാർഗെയുടെ വീഡിയോ കോൺഗ്രസ് എക്സിൽ പോസ്റ്റ് ചെയ്തു. 1942 രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നപ്പോൾ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് RSS ലക്ഷ്യമിട്ടതെന്നും ഖാർഗെ പറഞ്ഞു. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിക്ക് വേണ്ടി വാദിക്കുന്ന RSSന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാരിൽ നമുക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ഖാർഗെ ചോദിച്ചു. മാത്രമല്ല, ഹിന്ദു മുസ്ലിം വിഭജനത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് RSS വിഷം കലർത്തുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. RSS പോലുള്ള വർഗീയത പരത്തുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകർ നേരിട്ട് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ദൗർഭാഗ്യമാണ്. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിക്ക് വേണ്ടി വാദിച്ചവർ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രിമാരായും പ്രധാനമന്ത്രിമാരുമായി മാറുകയാണ്. അവരിൽ നിന്ന് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി എങ്ങനെ ലഭിക്കും? കോൺഗ്രസ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റ് വിപ്ലവ സംഘടനകൾ എന്നിവയെ നിരോധിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഒരിക്കലും RSSന് ഒരു നിരോധനവും ഏർപ്പെടുത്തിയിരുന്നില്ല. അവരുടെ ഒരു പ്രവർത്തകന് പോലും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. RSS ഹിന്ദു മുസ്ലിം വിഭജനം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വിഷം കലർത്തുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾക്ക് ശേഷവും RSSന് ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. അത് ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളെ ആളിക്കത്തിക്കുക എന്നതാണ്. സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുക, അധികാരം പിടിച്ചെടുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടും. അധികാരം ദുരുപയോഗം ചെയ്ത് RSS ഇന്ന് രാജ്യത്തെ വിലക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിനുണ്ടാവുന്ന മിക്ക പ്രശ്നങ്ങളുടെയും മൂല കാരണം RSS ആണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഈ സംഘടന രാജ്യത്തെ ഇല്ലാതാക്കുന്നത് തടഞ്ഞാൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി.